കേക്ക് അല്ല നീ കേക്ക് നിന്റെ അല്ല ആഗ്രഹം കൊണ്ടാ ബാങ്ക് ബാലൻസ് എനിക്കൊന്ന് കാണുന്നുണ്ട്. ആരാ നമ്മുടെ മുഖ്യമന്ത്രി ആരാ? എനിക്കറിയില്ല, ഞാൻ നോക്കാറില്ല. WCC അമ്മ. അയ്യോ ഇപ്പൊ ചോദിക്കരുത്, ഇപ്പൊ പറയൂല. എനിക്ക് ഞാൻ ഇപ്പൊ നിലവിൽ കാസർഗോഡ് എംബസി എന്ന് പറയുന്ന ഒരു കൈച്ചീന അലൻ ഒന്ന് സൂപ്പറായിട്ട് ചെയ്തു, ഹാഷിറും സൂപ്പർ. ഈ 4 പേരും സൂപ്പറാവും. എനിക്കാകെ ഒറ്റ ബാങ്കുള്ളൂ. എന്താ പറയണ, അത്യാവശ്യം നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കേണ്ടത്, നല്ല റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുള്ളൂ. അത്യാവശ്യം വെള്ളം കുടിച്ചായിരുന്നു. നിന്റെ ആഗ്രഹം കൊണ്ടാ ബാങ്ക് ബാലൻസ് എനിക്കൊന്ന് കാണുന്നുണ്ട്. അത് വളരെ ഹൈലൈറ്റ് ആണ്. അത് പ്രത്യേകം ചോദിക്കണം. ₹1,00,000 ഇപ്പൊ കാണിക്കും. നീ എല്ലാം വേറെ ആർക്കെങ്കിലും നീ സെൻഡ് ചെയ്തിട്ട് വന്നാണോ എന്ന് എങ്ങനെ ഞങ്ങൾ അറിയും? ഇത് കാണിക്കണമെങ്കിൽ കുറച്ച് കാണുള്ളൂ. പോടാ, ഞാൻ വിശ്വസിക്കാം. ഞാൻ വിശ്വസിക്കില്ല. അത് ക്യാമറയിലോട്ടാണ് കാണിക്കുന്നത്. കണ്ടോ, ഇത്രേ ഉള്ളൂ. ഐ ഹാവ് നോ ബാങ്ക് ബാലൻസ്. നീ ഞാൻ വിശ്വസിക്കുന്നില്ല. അത് എനിക്കാകെ ഒറ്റ ബാങ്കുള്ളൂ. ഐ ഹാവ് 1 ബാങ്ക്. പക്ഷേ വിശ്വാസയോഗ്യമല്ല ഇത്. ഇതുപോലെ എത്ര അക്കൗണ്ട് നിനക്ക്? ഒറ്റ അക്കൗണ്ട്. സത്യം പറ. നിന്റെ കണ്ണിൽ അറിയുന്നു. കണ്ണ് രണ്ട് മറ്റേ കൃഷ്ണമണികൾ രണ്ടും ഇടത്തേക്ക് പോകുന്നു. എങ്ങനെ നടക്കുന്നു ഈ ചെലവുകളൊക്കെ? എനിക്കങ്ങനെ ചെലവില്ലല്ലോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. അങ്ങനെ ഞാൻ അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുള്ളൂ. നീ ഭയങ്കര ഇൻട്രോവേർട്ടാന്ന് തോന്നുന്നു അല്ലേ? അത്യാവശ്യം. എടാ അപ്പം എന്താ ഈ ആദ്യത്തെ സിനിമയിൽ നിന്ന് നിനക്ക് എങ്ങനെയാ എത്ര രൂപ വരുമാനം? അയ്യോ അതെനിക്കറിയില്ല. നേരെ പോയി അമ്മയുടെ കയ്യിലാണ് കൊടുത്തത്. അമ്മയുടെ കയ്യിലാണ് കൊടുത്തത്. നിന്റെ അടുത്തൊന്നില്ല? ഇല്ല. അറിയാമായിരുന്നല്ലേ? സബുക്കൊക്കെ അറിയാം. പോയാൽ പോയത് ഒരുപ്പോക്ക് ആ പൈസ വീട്ടിൽ കുടുംബത്തിലെത്തില്ല എന്നുള്ള ഉറപ്പായില്ല. പിന്നെ അതിൽ നിന്ന് അത്യാവശ്യം കുറച്ച് കാശ് കിട്ടി. ചേച്ചിയുടെ കല്യാണം ഞാൻ നടത്തി. ചേച്ചിയുടെ 2 പ്രസവം നോക്കിയത് ഞാനാണ്. അങ്ങനെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. ഇപ്പോൾ നിലവിൽ കാസർഗോഡ് എംബസി എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിട്ടുണ്ടോ? വെബ് സീരീസ് ആണ്. അതിൻ്റെ വിശേഷങ്ങൾ ഒന്ന് ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അതിപ്പോൾ എന്താ പറയുക, അത്യാവശ്യം നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും അബു സലീമാണ് ചെയ്തത്. അതിൽ റോണിച്ചേട്ടനുണ്ട്, ദീപക്കേട്ടനുണ്ട്. അത്യാവശ്യം അറിയാവുന്ന ആർട്ടിസ്റ്റാണ് ചെയ്തേക്കണേ. അല്ല, ഈ കാസർഗോഡുമായി ബന്ധപ്പെട്ട ഒരു കഥയാണോ? കാസർഗോഡുമായി ബന്ധപ്പെട്ട. അപ്പോൾ ആ ഭാഷ പറയേണ്ടി വന്നോ? 2 വാക്ക്. അയ്യോ ഇപ്പൊ ചോദിക്കരുത്, ഇപ്പൊ പറയൂല. എനിക്ക് ആ സാധനമല്ലേ? അല്ല, അത്ര ഒരു ടൂണോ അതിന്റെ അല്ലേ? അത് 2 വാക്ക് നീ പറയണം എന്തായാലും. അതായത് അത് കാസർഗോഡിൽ തന്നെ നമുക്ക് എന്താ പറയണേ, ടൈപ്പ് ഓഫ് ഇതുണ്ട്. ഞങ്ങൾ നിന്നതും എല്ലാം കാസർഗോഡ് സെൻട്രലാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരാളുണ്ടായി എനിക്ക് സ്ലാങ് പഠിപ്പിച്ചു തരാൻ വേണ്ടി. ശ്രീത്തേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡബ്ബിങ് സ്റ്റുഡിയോ മാത്രം ഒരു 1.5 ആഴ്ച എടുത്തായിരുന്നു. അത്യാവശ്യം വെള്ളം കുടിച്ചായിരുന്നു. അല്ല, എന്തെങ്കിലും ഓർത്ത് പറയാൻ പറ്റുന്ന എന്തെങ്കിലും 2 വാക്ക് കാസർഗോഡുകാർക്ക് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. കൈച്ചീന. അതാണോ കൈച്ചീന? കഴിച്ചോന്നാണോ ചോദിക്കുന്നത്? വേറെ അങ്ങനത്തെ വേറൊരെണ്ണോ? എന്താണ് അങ്ങനെ പെട്ടെന്ന് കിട്ടല്ല വായിൽ, അതാണ് സത്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് ഇനിയും പുതിയ റോളുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ ആക്ടേഴ്സ്. വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന്. അതായത് എനിക്ക് തോന്നുന്നു ഹസീബ് കഴിഞ്ഞ് ഹസീബ് പോലെ ജനങ്ങൾ ഏറ്റെടുത്ത ഒരു റോള് സത്യം പറഞ്ഞാൽ അത് അത്യാവശ്യം റീച്ചായ ഒരു റോളാണ്. എങ്കിൽ പോലും ഹസീബോളം വരുന്നില്ല, ഒന്നും ഉപ്പോളം വരുന്നില്ല, ഉപ്പിലിട്ടത് ആ ഒരു കണ്ടീഷനാണ്. എങ്ങനത്തെ റോളുകളാണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് കിട്ടുന്ന റോള് നമ്മൾ അതായത് 100% ഇതോടുകൂടി ചെയ്യണം, അത്രേ ഉള്ളൂ. അല്ല, എങ്കിൽ പോലും നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങൾ കാണുമല്ലോ. ഇപ്പം വാഴ 2 അതിലൊരു കഥാപാത്രം ഹസീബ് ചെയ്യുന്നു എന്ന് കരുതുക, ഏതായിരിക്കും തിരഞ്ഞെടുക്കുന്നത്? ആ 4 ഏത് കിട്ടിയാലും ഞാൻ ചെയ്യും. അല്ല, എങ്കിൽ പോലും കൂടുതൽ തമ്മിൽ ഭേദം കൂടുതൽ ഇഷ്ടം എനിക്ക് ഏത് കിട്ടിയാലും അതിൽ ആ വെറുതെ ആ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ പോലും ഞാൻ പോയി ചെയ്യും. എനിക്ക് അത്ര ഇഷ്ടം. അല്ല, എങ്കിൽ 4 പേരിൽ കൂടുതൽ ഇഷ്ടം ആരാ? ഹാഷിർ. ഈ 4 പേരുടെ കഥാപാത്രത്തിൽ നന്നായിട്ട് ആക്ട് ചെയ്തതായിട്ട് തോന്നുന്നു, ഏറ്റവും ബെസ്റ്റ് ആക്ടിംഗ് എന്ന് തോന്നിയത് ആരുടെയാണ്? എനിക്ക് അലൻ ഒന്ന് സൂപ്പറായിട്ട് ചെയ്തു, ഹാഷിറും സൂപ്പർ. ഈ 4 പേരും സൂപ്പറാ, ഒന്നിനൊന്ന് മെച്ചമായിട്ട് അവർ ചെയ്തേക്കണേ. ഒരാളെ പറയാൻ പറഞ്ഞാൽ മാറ്റി നിർത്താൻ പറ്റൂല. ഇപ്പൊ പറവേ തന്നെ എന്നെയും ഇച്ചാപ്പിയുടെയും കൂടി ആര് ചൂസ് ചെയ്യും? ശരിയാണ്, 2 പേരും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് തന്നെയാണ് ചെയ്തത്. അത്രേ ഉള്ളൂ. ഈ അഭിനയത്തോടൊപ്പം തന്നെ ഈ ബിസിനസ് റൺ ചെയ്യുന്ന ഒരു വ്യക്തിക്കും കൂടിയാണല്ലോ. അമ്മ ഒറ്റയ്ക്കാണല്ലേ? അല്ല, ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്. ചേച്ചിയുണ്ട്. അപ്പോൾ കുടുംബത്തിന്റെ ബിസിനസ്സാ. അതെ. അതുകൊണ്ടാണ് വലിയ ബാങ്ക് ബാലൻസ് വരാത്തത്. നിനക്ക് കൃത്യമായിട്ട് കാശ് അവർ തരുന്നില്ലേ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയല്ല, ചോദിച്ചാൽ കാശ്. കുടുംബ കലഹം ഉണ്ടാക്കിയിട്ടേ ഞാൻ അടങ്ങും.
എത്ര കലക്കിയാലും കലങ്ങൂല. അത് കലങ്ങില്ല, അത്ര ആത്മബന്ധമാണ്. ഒരിക്കലും കലങ്ങരുത്. കുടുംബമാണ് നമ്മുടെ എല്ലാം. നമുക്ക് ഒരുപാട് നല്ല ഓർമ്മകളും കാണും, ഒരുപാട് മോശം ഓർമ്മകളും കാണും. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നമുക്കൊരു ചെറുപ്പ കാലഘട്ടത്തെ കുറിച്ചൊന്ന് സംസാരിച്ച് പോകാം. അതായത് എങ്ങനെയാണ് ഗോവിന്ദ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്, ഗോവിന്ദിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് അറിയണമല്ലോ. എൻ്റെ അറിവിൽ ഞാൻ കടയിൽ കയറി തുടങ്ങിയത് 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ എന്തോണ്. അതുവരെ അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അമ്മയുടെ അമ്മയുണ്ടായി. അമ്മയുടെ അമ്മ ഇപ്പോൾ കോവിഡിൻ്റെ സമയത്താണ് മരിച്ചത്. എന്താ പറയുക, അതുവരെ അമ്മൂമ്മയും കൂടിയാണ് കട നോക്കിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കടയിൽ കയറിയത്. ചേട്ടൻ കയറി കഴിഞ്ഞിട്ടാണ് ഞാൻ കയറിയത്. അങ്ങനെയൊക്കെ അതിപ്പോൾ ഞാനും ചേട്ടനും കൂടി നോക്കി നടത്തണം, അത്രേ ഉള്ളൂ. ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു ദുരനുഭവം അല്ലെങ്കിൽ ഒരു മോശം അനുഭവം ഓർത്തെടുക്കാം. ഒരു 5ാം ക്ലാസ്സൊക്കെ എത്തിക്കും നമുക്ക് യൂണിഫോം തയ്ക്കാൻ പോലും എന്താ പറയണേ, അത്യാവശ്യം കുറച്ച് ബാഡ് സിറ്റുവേഷൻ ആയിരുന്നു അന്ന്. അപ്പോൾ ഞാൻ എന്താ പറയുക, പഴയ യൂണിഫോം തന്നെയാണ് ഒരു 2 വർഷം ഇട്ടുകൊണ്ട് പോയത്. അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക 7ാം ക്ലാസ് 8ാം ക്ലാസ് എത്തിയപ്പോൾ കുറച്ചുകൂടി ബെറ്ററായി. അല്ല, ആ സമയത്ത് ഈ അധ്യാപകരുടെ ഭാഗത്തുനിന്നും ഒരു പിന്തുണ ഉണ്ടായിട്ടില്ല? ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല. അങ്ങനെയായിരുന്നു. സ്പോർട്സിലൊക്കെ അത്യാവശ്യം കഴിവുള്ള ആളായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ഒന്ന് ഉന്തി തള്ളി കയറ്റാൻ ആരെങ്കിലും ഏതെങ്കിലും സ്റ്റേറ്റ് ലെവൽ വരെ പോയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം എന്താ പറയുക, ടീച്ചേഴ്സിന് ബാക്കപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊന്ന് ബാക്ക് ബെഞ്ചേഴ്സാണ്, നമ്മളെല്ലാവരും തള്ളി നിൽക്കില്ലേ വെക്കുള്ളൂ, തഴഞ്ഞിട്ടേ ഉള്ളൂ. ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യാനൊന്നും മുതിർന്നിട്ടില്ല അല്ലേ? പ്രത്യേകിച്ച് ഈ എന്താ ഓരോ വർഷം മാറി മാറി വേറെ വേറെ പിള്ളേരുടെ അല്ലേ പഠിക്കേണ്ടി വന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നിനക്ക് മനസ്സിലായില്ല അല്ലേ? നൈസായിട്ട് ഞാനൊന്ന് ചോണ്ടിയതാ, എനിക്ക് മനസ്സിലായില്ല. അതുപോലെ തന്നെ എടാ, അപ്പം ഏകദേശം 15 വയസ്സ് വരെ നല്ല ഓർമ്മകൾ എന്താണ്? ഇപ്പം മോശം, ഇപ്പോൾ ഈ കാണുന്ന പ്രേക്ഷകർ എന്നോട് ചോദിക്കും, നിനക്ക് ഈ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ, ഒരു പോസിറ്റീവൊക്കെ വേണ്ടേ? അതായത് നല്ല ഫ്രണ്ട്സിനെ കിട്ടി, നല്ല ഫാമിലീനെ കിട്ടി, അതിനെക്കാട്ടി വലിയ പോസിറ്റീവ് എന്താ വേണ്ടേ? എന്ത് പറഞ്ഞാൽ, അതായത് എന്ത് നല്ല കാര്യം ചെയ്താലും അവർ സപ്പോർട്ട് ചെയ്യും. ചീത്ത കാര്യം ചെയ്താലും അവർ കറക്റ്റ് പറഞ്ഞു തരും, ഇത് ചീത്തക്കാര്യമാണ്, ഇത് ചെയ്യാൻ പാടില്ല. അത് കറക്റ്റ് പ്രോപ്പർലി നമുക്ക് ബാക്കപ്പ് ചെയ്ത് തന്നെ ഉണ്ട്. അതിനെക്കാട്ടി വേറെ പോസിറ്റീവ് എന്ത് വേണം? ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? ആക്ച്വലി ഞാനും ചേട്ടനും തമ്മിൽ മിണ്ടാറില്ല, നമ്മൾ തമ്മിൽ പക്ഷെ ഒരു പ്രശ്നവുമില്ല. ഞാനും എൻ്റെ ചേട്ടനും ആവശ്യത്തിന് മാത്രമേ മിണ്ടാറുള്ളൂ. അത് അങ്ങനെയാണ്. നമ്മുടെ ഒരു ഏജ് ഗ്യാപ്പ് വളരെ കുറച്ചേ ഉള്ളെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം. എന്നാൽ ചിലരൊക്കെ ഒരുമിച്ചിരുന്ന് സിഗരറ്റ് വരെ വലിക്കുന്ന ചേട്ടാനിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ചേട്ടാനിമാരും ഉണ്ട്. നമ്മളെ ഫ്രണ്ടിനെ പോലെ ചേട്ടനെ കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷേ നമ്മളത് മൈൻഡ് ചെയ്യൂല. അത് വളരുമ്പോൾ ശരിയാവും എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ അത് വളർന്നാലും അത് അങ്ങനെ തന്നെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ആത്മബന്ധം ഒരിക്കലും പൂർണ്ണമായിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരായിരിക്കും നമ്മളെ ഫ്രണ്ടിൽ. രക്തത്തെ തിരിച്ചറിയും. കേട്ടിട്ടുണ്ടോ നീ? എന്താണെങ്കിലും അൾട്ടിമേറ്റ് അവസാനം ആ രക്തബന്ധങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അമ്മ പറയാറില്ലേ, എടാ എന്താ ഞങ്ങളുടെ മീഡിയേറ്റർ അതാ ഞാൻ ചോദിക്കുന്നത്. നല്ല കടുത്ത യുദ്ധം നടന്നിട്ടുണ്ടോ വീട്ടില്? അത് നീ ഒന്ന് ഓർത്ത് പറഞ്ഞു. അതെന്തിനാ? അത് ചേട്ടൻ വേറെ ടീമിലാണ് ക്രിക്കറ്റ് കളിച്ചോണ്ടിരുന്നത്, ഞാൻ വേറെ ടീമിലാണ്. അന്ന് ചേട്ടനെതിരെ ഒരു 4 6 അടിച്ചായിരുന്നു. അതിന്റെ പേരിൽ ചെറിയൊരു പ്രശ്നമായി. അതിന്റെ പേര് ചെറിയൊരു പ്രശ്നമായി. അതേ ഉള്ളൂ. അമ്മയെ മൂപ്പിച്ചേ. അതായത് അന്നത്തെ ദിവസം ചേട്ടൻ്റെ ടീം തോറ്റു, ഞങ്ങളുടെ ടീം ജയിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, നിനക്ക് നാണില്ല അവൻ്റെ കയ്യിൽ നിന്ന് തല്ലും മേടിച്ചിട്ട് ഇവിടെ വന്നിരിക്കാൻ. ചേട്ടൻ കൈ കിട്ടിയായിരുന്നു, വലിച്ചേർന്നു, ഞാനും വലിച്ചേർന്നു, അത്രേ ഉള്ളൂ. അമ്മയേക്കാൾ വലിയ പോരാളിയായോ ആ സമയത്ത് വേറെ ആരെങ്കിലും? ഇല്ല, ഞാൻ ഇറങ്ങി ഓടി. അവന്റെ ഇടി കൊണ്ട് നിന്റെ മോന്ത കലങ്ങിയ സാഹചര്യം അതെനിക്കല്ല, ചേച്ചിക്കാ. എന്ത് ചോദിച്ചാലും നിനക്ക് ഉത്തരവില്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, നീ ഉത്തരം പറയുന്നുണ്ട്. നീ ആ ചേച്ചിയുടെ എന്താ കൈയൊടിഞ്ഞിട്ടുണ്ട്, മറ്റേ WWE കളിച്ചതാ, ചേട്ടനും ചേച്ചിയും കൂടി. ചേച്ചിയുടെ കൈയൊടിഞ്ഞു. അതുപോലെ തന്നെ കണ്ടോ, ഹസീബെന്നേ എനിക്ക് വരുന്നുള്ളൂ. എനിക്ക് പ്രശ്നം എന്നാലും ഗോവിന്ദ് എന്ന് വിളിക്കാം. ആരാണ് എൻ്റർടൈൻമെൻറ്റ് മേഖലയിലെ ഏറ്റവും വലിയ ഒരാളുടെ നമ്പറുള്ള ആരുടെയാണ്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ സൗബിക്കാട് ഉണ്ട്, അർജുൻ ഭായുടെ ഉണ്ട്. ആരാ വേണ്ടേ? ആരാണ് വിളിച്ചാൽ ഇപ്പം എടുക്കുന്നത്? 2 വാക്ക് സംസാരിക്കാൻ നമുക്ക് ഒരു പ്രായം കൊടുത്താലോ? കേക്ക്, നീ കേക്ക്. അതായത് നീ കഴിക്കാൻ കയറി ഗൂഗിൾ പേയിൽ പൈസ ഉണ്ട്, പക്ഷേ ഇറാണ് കാണിക്കുന്നത്. ഒരാളെ വിളിച്ച് നിനക്ക് ചോദിക്കണം, നീ 5000 ചോദിക്കുമ്പോൾ 100 നീ ഇങ്ങോട്ട് കഴിക്കുന്ന പറയുന്ന പോലെ അല്ലാതെ ആരെങ്കിലും തരുമോ നോക്കാം. ഒരു എൻ്റർടൈൻമെൻറ്റ് മേഖല അല്ലെങ്കിൽ നിൻ്റെ നല്ലൊരു സുഹൃത്തുക്കളി ആരെ വിളിച്ചാൽ കിട്ടും? ആരെയും വിളിക്കൂല. ആരെയും വിളിച്ച് നീ ഇത് പരിശ്രമം നടത്തിയേ പറ്റൂ. കാരണം നീ ഇതിൻ്റെ അകത്ത് വളരെ വളരെ ഭയാനകമായിട്ടുള്ളൊരു ഇത് നടത്തിയിട്ടുണ്ട്. 5000 ചോദിച്ചാൽ ഞാൻ 100 തിരിച്ചു ചോദിക്കും എന്ന് പറയുന്ന സാധനം പെട്ടുണ്ട്. അപ്പം ആര് നിനക്ക് തരുമെന്ന് അറിയണം. ആരും തരില്ല. അതാണ് നിൻ്റെ
അത്ര ഉറപ്പാ നിനക്ക്? ആരുമില്ല, ഉറപ്പിച്ച് ഒരു മനുഷ്യൻ വിളിച്ചാൽ ഇതിന്റെ ഫോൺ അറ്റൻഡ് പോലും ചെയ്യാല. യുവാക്കൾക്കിടയിൽ, നമ്മുടെ ഇടയിൽ വളരെ വലിയ രീതിയിൽ ലഹരിയുടെ വ്യാപനം നടക്കുന്നതായിട്ട് കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നീ, ശരിയല്ലേ? അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട്, നീ അറിയപ്പെടുന്നൊരു മുഖമാണ്. അപ്പോൾ അത്തരത്തിൽ പോകുന്ന, എനിക്ക് തോന്നുന്നു ഇന്നലെ തന്നെ ഏകദേശം ഒരു 18ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ MDMA, അതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ് ബഹുഭൂരിപക്ഷവും ഈ MDMAയും കഞ്ചാവും ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. കണ്ടോ, നീ ശ്രദ്ധിക്കാറുണ്ടല്ലോ. ഈയിടെ എനിക്ക് തോന്നുന്നു 3 കോടി രൂപയുടെ MDMAയുമായിട്ടാണ് ഷഹനാസ് എന്നും പറഞ്ഞൊരു സ്ത്രീ അറസ്റ്റിലായത്. അപ്പോൾ അത്തരത്തിലേക്ക് സമൂഹത്തെ മുഴുവൻ ഇല്ലാതാക്കുന്ന അത്തരത്തിലുള്ള പ്രവണത ചെയ്യുന്ന യുവതലമുറയോട് ഒരു യുവാവ് എന്ന രീതിയിൽ, ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ നിനക്ക് എന്താ പറയാനുള്ളത്? അതായത് നമ്മൾ ഈ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഈ സാധനങ്ങൾക്ക് അഡിക്ഷൻ ആവുന്നത്. സ്പോർട്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒന്നേ സ്പോർട്സിലേക്ക് വരിക, അല്ലെങ്കിൽ സ്വന്തം ഷോപ്പ്, അതായത് സ്വന്തം ബിസിനസ് ചെയ്താൽ മാത്രം മതി ഇവരിതിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി. ഞാൻ അത്രയും പറയുള്ളൂ. അതായത് ഒന്നേ സ്പോർട്സിലോട്ട് വരിക, അല്ലെങ്കിൽ സ്വന്തം ബിസിനസ് ചെയ്താൽ മതി. ഞാൻ അങ്ങനെ ഒരു ചിന്തിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും നിൻ്റെ സുഹൃത്ത് വലയത്തിനിടയിലും ഇത്തരത്തിൽ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഇല്ലയെന്ന് പറഞ്ഞാൽ നമ്മൾ കള്ളം പറയുന്ന പോലെയാണ്. അതായത് ഞാൻ ഒരിക്കലും ഇതിന് എന്താ പറയണേ, ഞാൻ ഒരിക്കലും എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുന്ന ആളല്ല. അതായത് എനിക്കറിയില്ല ഇതിനെക്കുറിച്ച്. ഒന്നേ ക്രിക്കറ്റ് കളിക്കാൻ പോകും. ഇപ്പം എനിക്കിത് നമ്മൾ ആക്ച്വലി ചുമ്മാ ഉണ്ടാക്കിയ ടീമാണ് ഇൻഫ്ലുവൻസേഴ്സ് ടീം. ഇൻഫ്ലുവൻസേഴ്സിന് വേണ്ടി ക്രിക്കറ്റ് കളിക്കാൻ ഞങ്ങൾ ടീം ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ കളി 11, 12, 13 അങ്കമാലിയിൽ ഫിസാറ്റിൽ നടക്കുന്നുണ്ട്. ഞാൻ എല്ലാ കളിയിലും പോയി പങ്കെടുക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് സമയം കിട്ടാറില്ല. ഒന്നേ കടയിൽ അല്ലെങ്കിൽ കളി പരമായിട്ട് ഞാൻ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നീ പറയുന്നത് ഇത്തരത്തിൽ ഈ ലഹരിക്ക് അടിമകളാകുന്നവരൊക്കെ ഒരു പുതുജീവൻ ഉണ്ടാവാൻ സ്പോർട്സിലേക്ക് അഭയം പ്രാപിക്കുക എന്നുള്ളതാണ് അതെ നിൻ്റെ ഒരു അഭിപ്രായം? സ്പോർട്സ് തന്നെ എന്ന് പറഞ്ഞ സംഭവം ഒരു ലഹരിയാണ് ആക്ച്വലി. അത് പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ക്രിക്കറ്റ് ഭയങ്കര ജ്വരമാണ്. അപ്പോൾ അതേപോലെ ഒരു ലഹരിക്ക് മാറണമെങ്കിൽ മറ്റൊരു ലഹരിയിലോട്ട് പോയാലേ മാറുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നീ പറയുന്ന ഡി അഡിക്ഷൻ സെൻ്ററുകളേക്കാൾ കൂടുതൽ കളിക്കളങ്ങൾ കേരളത്തിൽ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് യുവാവ് എന്ന രീതിയിൽ എൻ്റെ അഭിപ്രായം. അതെ, പണ്ടെത്ര ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ എത്ര റൗണ്ടുകളുണ്ടായി. നമ്മളെന്തുകൊണ്ടാണ് അഡിക്ഷൻ ഇല്ലാത്ത? ഇപ്പം എന്തുകൊണ്ടാണ് അഡിക്ഷൻ കൂടിയേ? കളിക്കളങ്ങളില്ല. അതേപോലെ ഫോൺ എന്ന് പറഞ്ഞ സംഭവം ഒരു അഡിക്ഷനാണ് എല്ലാവർക്കും. കൊച്ചിയിൽ നൈറ്റ് ലൈഫ് പൂർണ്ണമായിട്ടും ഒഴിവാക്കി. ക്യൂൻസ് വേ അടച്ചു, മറൈൻ ഡ്രൈവ് ഏകദേശം അടച്ചതുപോലെയൊക്കെ തന്നെയാണ്. അതിനെക്കുറിച്ച് എന്താണ് എങ്ങനെ നോക്കിക്കാണുന്നത്? അതുകൊണ്ട് എന്താണ് ഗുണം എന്താണെന്ന് തോന്നിയിട്ടുണ്ടോ? പലരും പറയുന്നത് ലഹരി ഇടപാടുകൾ ക്യൂൻസ്വേയിൽ നടന്നിരുന്നു, അതുകൊണ്ട് അത്രയും ജനങ്ങൾ കൂടുന്നവരിടത്ത് ലഹരി ഇടപാട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? സത്യമായിരിക്കും, സത്യമില്ലാതായിരിക്കും. നമ്മൾക്ക് എന്തിനാ പിന്നെ എനിക്ക് ആ ഒറ്റ സങ്കടമുള്ളൂ. അവിടെ കുറേ കടകളുണ്ടായി, അതെല്ലാം പൂട്ടി കളഞ്ഞു. അതൊക്കെയാണ് എനിക്ക് സങ്കടമുള്ളത്. വിഷമോ? നീ ഇടയ്ക്ക് ഓർത്ത് കരയാറുണ്ടെന്ന് തോന്നുന്നു. കരയാറില്ല, അങ്ങനല്ല. ഒരാളുടെ ജീവിതമാർഗം മുട്ടിയാല് പിന്നെ അയാൾ എന്ത് ചെയ്യാൻ പറ്റും? അയാൾക്ക് അത്രയും ചിന്തിക്കുന്ന എന്ത് ചെയ്യുമല്ലേ? സാമ്പത്തികമായിട്ട് ശരിക്കും തകർന്നിരിക്കുന്ന സാഹചര്യമായിരിക്കും. അതെ, അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും അടച്ചത്. നിനക്ക് ഡേ ലൈഫാണോ നൈറ്റ് ലൈഫാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് നൈറ്റ് ലൈഫാണ്. ഞാൻ ആക്ച്വലി ഞാൻ മൂങ്ങയാണ്. ഉറക്കമില്ല? ഞാൻ വെളുപ്പിന്നെ 4 മണിക്കൊക്കെ ഉറങ്ങുള്ളൂ. അത്ര നേരം ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഗെയിം ഒന്ന് പടം കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്താ പറയണേ സീരീസ് കണ്ടുകൊണ്ടിരിക്കും. ഇന്നത്തെ യുവാക്കൾ എല്ലാവരുടെയും ഒരു ശീലമാണ്. ഞാൻ ഉറങ്ങുമ്പോൾ 2 മണി, 1 മണി, 2 മണിയാകും. അത് മനസ്സിലാക്കാൻ സാധിച്ചുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ കട കൂട്ടുമ്പോൾ തന്നെ ജിമ്മിൽ പോയിട്ടും കാര്യമില്ല. രാത്രി ഉറങ്ങാതെ എത്ര ജിമ്മിൽ പോയിട്ടോ അല്ലെങ്കിൽ എന്തോരം നമ്മൾ വളരെ പ്രോട്ടീൻ കലർന്ന ഭക്ഷണം കഴിച്ചിട്ടോ അല്ല കൃത്യമായിട്ട് ഉറക്കം ഉണ്ടാവണമെന്നാണ് പറയുന്നത്. അപ്പോൾ എത്ര മണിക്ക് എഴുന്നേക്കും? ഞാനോ ഉച്ചക്ക് 12 മണി. ആയി സൂപ്പർ. അതായത് കട കൂട്ടുമ്പോൾ തന്നെ എങ്ങനെ ഒരു 2 മണി 2:30 ആവും. അതുകൊണ്ടല്ലേ നീ 4 മണിക്ക് ഉറങ്ങുന്നത്? അപ്പം അതിൻ്റെ തെറ്റ് പറയാൻ പറ്റില്ല. 2:30 വരെ നിൽക്കേണ്ടി വരുന്നു. കട കൂട്ടി പാത്രം കഴുകിയൊക്കെ വരുമ്പോൾ എങ്ങനെ ഒരു 2:30 ആവും. പിന്നെ ഫുഡും കഴിച്ച് കഴിയുമ്പോൾ 3 മണിയാവും. പിന്നെ പടം കണ്ടു ഒരു 1.5 മണിക്കൂർ പടം കാണും, പിന്നെ കിടന്നുറങ്ങും. എന്തായാലും റീൽസോ എന്തെങ്കിലും ഒന്നിങ്ങനെ കണ്ട വഴിയേ ഉള്ളൂ, മയങ്ങിപ്പോവുള്ളൂ. എല്ലാവരും അങ്ങനെയായല്ലേ? യുവാക്കൾ മുഴുവൻ അങ്ങനെയാണ്. ഞാൻ സീരീസാണ് ഇപ്പോൾ കൂടുതലും കാണുന്നത്. ഇപ്പോൾ ഒരു 2 സീരീസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. LBW എന്ന് പറഞ്ഞ സീരീസും റിസോർട്ട് എന്ന് പറഞ്ഞ സീരീസും. രണ്ടും തമിഴാണ്. എങ്ങനെയുണ്ട്? പൊളിയാ, സൂപ്പർ. ഒരെണ്ണം ഒരു 70 എപ്പിസോഡ് കണ്ടു തീർത്തു, ഒരെണ്ണം 32 കണ്ടു തീർത്തു. രാഷ്ട്രീയം ശ്രദ്ധിക്കാറുണ്ടോ നീ? ഒരിക്കലും ഇല്ല.
എന്താ വല്ല തെറ്റായിട്ടുള്ള കാര്യം വല്ലതും അല്ല, എനിക്ക് താല്പര്യമില്ല. നീ കള്ളു കുടിച്ചോന്നല്ലോ ഞാൻ ചോദിച്ചത്. അല്ല, ശ്രദ്ധിക്കണം. നമുക്കറിയാത്ത ഏയ് ഒരിക്കലും ഇല്ലാന്ന്. വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തു, പക്ഷെ രാഷ്ട്രീയം ശ്രദ്ധിക്കാറില്ല. ഇല്ല. ശ്രദ്ധിക്കണ്ടേ? ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയല്ലേ? നമ്മളെപ്പോലുള്ള യുവാക്കൾ വളർന്നു വരുന്ന ഒരു തലമുറ കൃത്യമായിട്ട് രാഷ്ട്രീയത്തിൽ അവബോധം ഉണ്ടായിരിക്കേണ്ടത് ഒരു ആവശ്യകതയല്ലേ? ആണ്. എല്ലാം ഒന്നും ഞാൻ പറയല്ല. വലിയ ചോദ്യമാണ് അത്. വലിയ ഉത്തരം എനിക്ക് കിട്ടും. ഇതിനുള്ള കറക്റ്റ് ഉത്തരം ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ തരാം. അല്ല അതുപോരാ, നീ വ്യക്തമായിട്ട് ഉത്തരം പറയണം. കാരണം അതായത് വലിയ ചോദ്യം. കാരണം നിന്നെ ഒരുപാട് ഫോളോ ചെയ്യുന്ന ഒരുപാട് യുവാക്കളുണ്ടാവും. അവർക്ക് നീ കൊടുക്കുന്ന മെസ്സേജുകളാണ് നിന്റെ വാക്കുകൾ. എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരിക്കലും രാഷ്ട്രീയപരമായിട്ടും ഞാൻ ഒരു കാര്യവും ഇടാറില്ല. എനിക്കത് നിർബന്ധമാണ്. രാഷ്ട്രീയപരമായിട്ടൊന്നും ഇടാറില്ല. ഞാൻ ഇടത്തുമില്ല എന്തൊക്കെ പറഞ്ഞാലും. അല്ല എങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നത്, ആരാ നമ്മുടെ മുഖ്യമന്ത്രി? ആരാ? എനിക്കറിയില്ല, ഞാൻ നോക്കാറില്ല. മുഖ്യമന്ത്രി ആരാന്നൊന്നും അറിയത്തില്ല? പ്രധാനമന്ത്രിയോ? നരേന്ദ്രമോദി. ഓ, അതറിയാം. മുഖ്യമന്ത്രി അറിയത്തില്ല. പിണറായി വിജയനായിരുന്നു. എനിക്കറിയാം. വി.ഡി. സതീശനല്ലേ മുഖ്യമന്ത്രി? അത് നല്ലതല്ല. യുവാക്കൾ കുറച്ചൊക്കെ രാഷ്ട്രീയം ശ്രദ്ധിക്കണം. ഇപ്പം അപ്പം കൂടുതൽ നീ സമയം ചെലവഴിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ എത്തരത്തിലുള്ള വീഡിയോസുകൾ കാണാനാ? കോമഡി റീൽസുകൾ കാണാൻ വേണ്ടിയാ? അല്ലാതെ ഈ ഇത്തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ന്യൂസ് ചാനലുകൾ കാണാറുണ്ടോ? 24 മാത്രം ന്യൂസ് സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. 24 മാത്രം. 24 ഒരു പരസ്യമായിട്ടുണ്ട് എന്താണേലും. റിപ്പോർട്ടറോ അങ്ങനെ അത്തരത്തിലുള്ള വേറെ ചാനലുകളൊന്നും കാണാറില്ല? ഇല്ല. അതായത് പിക്കപ്പ് വൺ എന്ന് പറയുന്നൊരു ഒരു ചെറിയൊരു സെഗ്മെൻറ്റാണ്. ഇതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ 1, 2, 3 ചിലപ്പോൾ 4 കാര്യങ്ങൾ പറയാം. അതിൻ്റെ അകത്ത് ഒരെണ്ണം നീ തിരഞ്ഞെടുക്കണം. അതാണ് പിക്കപ്പ് വൺ. ഓക്കെ? അച്ഛൻ, അമ്മ, ചേട്ടൻ. അമ്മയാണ്, എപ്പോഴും അമ്മയാണ്. ജഗദീഷ് ശ്രീകുമാർ ഓർ ഇന്നസെൻറ്റ്. ഹരിശ്രീ അശോകൻ ഓർ സലീം കുമാർ. ശോഭന ഓർ ഉർവശി. ചിത്ര ചേച്ചി ഓർ സുജാ ചേച്ചി. റിമി ടോമി ഓർ മഞ്ജരി. റിമി ടോമി. ദാസേട്ടൻ ഓർ ജയേട്ടൻ ഓർ എം ജി ശ്രീകുമാർ. ദാസേട്ടൻ. കൊച്ചി ഓർ കാലിക്കറ്റ് ഓർ ട്രിവാൻഡ്രം. കൊച്ചിയും കാലിക്കട്ടും. എനിക്ക് എന്താ പറയുക, കോഴിക്കോടിനായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഴിക്കോട്. അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകാറുണ്ട്. അവിടുത്തെ മനുഷ്യർ എങ്ങനെയുണ്ട്? പൊളിയാ, സൂപ്പറാ അല്ലേ? ഭയങ്കര ആതിഥ്യ മര്യാദയല്ലേ? അവര് എന്താ പറയണേ, വയറ് പൊട്ടാറായാലും തീറ്റിപ്പിച്ചേ വിടുള്ളൂ. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ കോഴിക്കോടുമായിട്ട് ബന്ധപ്പെട്ട്? കുറേ ഉണ്ട്. ഞാൻ കൽബിൽ തേൻ ഒഴുകണ കോഴിക്കോട് അല്ലേ? അതായത് ഞാൻ കൊച്ചി കഴിഞ്ഞ ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കോഴിക്കോട് പോകാനാണ്. ഞാൻ കോഴിക്കോടാണ് എനിക്ക് സെക്കൻഡ് ഹോം ടൗൺ. ഫ്രണ്ട്സ് ഒത്തിരി ഉണ്ടോ? കോഴിക്കോട് ഉണ്ട്. അതുകൊണ്ടാണ് അത്ര ഇഷ്ടം അല്ലേ? അവരുടെ വീട്ടിൽ പോവുക. എന്താ അവിടുത്തെ ഏറ്റവും കോഴിക്കോടിൻ്റെ ഏറ്റവുമുള്ള പലഹാരം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫുഡ് ഏതാ? ബിരിയാണി എന്ന് പറയരുത്, അത് ഓൾറെഡി ഓക്കെ, നമ്മൾ മാറ്റി വെച്ചു. അതല്ലാതെ സ്പെഷ്യലായിട്ടുള്ള എന്താ പറയണേ, രാവിലെ പോയാൽ ചാമ്പ്യൻസിൽ പൊറോട്ട ഭയങ്കര ഇഷ്ടമാണ്. കൂടെ എന്താ ചുരുട്ടി പിടിക്കാനാണെങ്കിൽ ഒന്ന് ബീഫ് അല്ലെങ്കിൽ ചിക്കൻ. ഈ ബീഫ് കഴിക്കരുതെന്ന് പക്ഷേ പൊതുവേ ഇങ്ങനൊരു ഇടയക്കൂടെ അതാണ്. അല്ല, ബീഫ് കഴിക്കരുതെന്നല്ലടാ BJP ഒക്കെ അവകാശപ്പെടുന്നത്. ഞാൻ രാഷ്ട്രീയത്തിലേ ഇല്ല, എനിക്കറിയത്തില്ലായിരുന്നു. നീ തിരിച്ചു കടിക്കാത്ത എന്ത് തിന്നും അല്ലേ? എന്തോ നമ്മൾ തിരിച്ചു കടിക്കും. തിരിച്ചു കഴിക്കും. അത്രേ ഉള്ളൂ. രാഹുൽ ഗാന്ധി ഓർ നരേന്ദ്രമോദി? രാഹുൽ ഗാന്ധി. ഐ ലവ് യുടാ. VS ഓർ OC? അതായത് VS അച്യുതാനന്ദൻ ഓർ ഉമ്മൻചാണ്ടി? ഉമ്മൻചാണ്ടി ഒരു മനുഷ്യനല്ലേ? കിടിലൻ മനുഷ്യനാ. പിണറായി വിജയനും VD സതീശനും ആരെയാ കൂടുതൽ ഇഷ്ടം? VD സതീശന് മനസ്സിലായോ? നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോൾ അടുത്ത മുഖ്യമന്ത്രി ആവാൻ വളരെയധികം സാധ്യത കൽപ്പിക്കുന്ന 3 പേരിൽ ഒരാളാണ്. അത് മതി, അതാണ് ഏറ്റവും നല്ലത്. CPIM ഓർ കോൺഗ്രസ് ഓർ BJP ഓർ ലീഗ്? സ്കിപ്പ്. LGBTQ ഓർ വുമൺ ഓർ മെൻ? ഡാർക്ക് ക്വസ്റ്റ്യൻ. എനിക്ക് വേണ്ട അത് കൊണ്ടൊന്നും. ഇൻസ്റ്റാ ഓർ FB ഓർ യൂട്യൂബ്? ഇൻസ്റ്റ. ട്രഡീഷണൽ ഓർ വെസ്റ്റേൺ? ട്രഡീഷണൽ. പണം ഓർ സൗഹൃദം? നൈറ്റ് ലൈഫ് ഓർ ഡേ ലൈഫ്? നൈറ്റ് ലൈഫ്. നെഗറ്റീവ് ഓർ പോസിറ്റീവ്? 50-50. WCC ഓർ അമ്മ? രാജഭരണം ഓർ ജനാധിപത്യ ഭരണം? സിനിമ ഓർ സീരിയൽ? ഒരൊറ്റ ചോദ്യം കൂടി അവസാനമായിട്ട് ചോദിക്കാം. ബിഗ് ബോസ് വിളിച്ചാൽ പോവുമോ? ഇല്ല. പോവുകയില്ല. പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനലിൻ്റെ വക അതിമനോഹരമായ ഒരു ഗിഫ്റ്റുണ്ട്.
അത് അവരുടെ ഫ്രണ്ടിൽ തന്നെ വന്ന് സെലിൻ ദ ഹൗസ് ഓഫ് ബ്രോക്കേഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ അതിമനോഹരമായൊരു ഗിഫ്റ്റാണ് നിനക്ക് വേണ്ടി ഞങ്ങൾ സമ്മാനിക്കുന്നത്. സന്തോഷമായോ? പിന്നെ വളരെയധികം സന്തോഷമായെന്ന് പറയുമ്പോൾ നീ ഞങ്ങൾക്കൊരു സങ്കടം. ഗിഫ്റ്റ് യെസ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് പോകാൻ സർവ്വ ഐശ്വര്യവും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. ഇനിയും വീണ്ടും 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 നല്ല മികച്ച ചിത്രങ്ങളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ചേക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് സെലിൻ ദ ഹൗസ് ഓഫ് ബ്രോക്കേഡിൻ്റെ അതിമനോഹരമായ ഗിഫ്റ്റും കൂടെ നൽകാൻ സാധിക്കും. താങ്ക് യു. വൈഡ് അതുകൂടി എടുത്തോ, അത് തുറക്ക് കാണട്ടെ നമ്മുടെ. കുറേ സോപ്പ്, ചോക്ലേറ്റ്. സോപ്പല്ല, ചോക്ലേറ്റ്. ഞാൻ മാറിക്കോട്ടെ. ഇന്ന് എടുത്തോ. വേണ്ട, അല്ലെങ്കിൽ തന്നെ ചുമ്മാ ചോദിച്ചതാ. അപ്പം അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത് നേരെ കൊണ്ടുപോയി ഒരുപാട് ചോക്ലേറ്റ് ഉണ്ട്, ആർക്ക് ആദ്യം കൊടുക്കും? ചേച്ചിയുടെ പിള്ളേരുണ്ട് 2 എണ്ണം അവിടെ വീട്ടില്. അപ്പോൾ ഈ വലിയ താമസം കാണുകയല്ല, 2 ദിവസം കൊണ്ട് തന്നെ ഇത് താനും. 2 ദിവസം, 1 ദിവസം മതി. ഒരു ദിവസം കൊണ്ട് തീർക്കും. ചേച്ചി എത്ര പിള്ളേരുണ്ട്? 2 എണ്ണം. അവരുമായിട്ട് എങ്ങനെയുണ്ട് കണക്ഷൻ? പിന്നെ ദേഹത്ത് ഫുള്ള് പാടാ, അതാ ഫുൾ കൈ എന്നെ കാണിക്കുക ആ ദേഹത്തെ പാട്. ബൈക്കിന്റെ ഫ്രണ്ടിലല്ലേ പോയത്, സാരമില്ല, അത്രയും മതി. ഇത് ദേഹത്ത് ഫുള്ള് പാടാ വരെ. അപ്പൊ ഇത് ചേട്ടന്റെ കുട്ടികൾക്ക്, ചേട്ടൻ്റെ അല്ലേ, ചേച്ചിയുടെ. സോറി. അപ്പോൾ ഇത് ചേച്ചിയുടെ കുട്ടികൾക്ക് സെലിൻ്റെ അതിമനോഹരമായിട്ടുള്ള ചോക്ലേറ്റ്സുകളാണ്. ഇത് ചേട്ടൻ്റെ കുട്ടികൾക്ക് കൊടുക്കുക. ഇതൊരു കിടിലൻ ഷർട്ടും. ഇതെനിക്ക്. അതൊന്ന് ഇട്ട് കാണാൻ പറ്റുമോ? ഇട്ട് കാണോ? തിളങ്ങുന്ന എനിക്കൊന്ന് കാണണം. നീ ഒന്ന് വേണ്ട, ചുമ്മാ പറഞ്ഞ വീട്ടിൽ തിളങ്ങണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ പറയാൻ. അതിമനോഹരമായിട്ട് തന്നെ ജീവിതം മുന്നോട്ട് പോകട്ടെ. ദൈവം എല്ലാവിധ അനുഗ്രഹം നൽകട്ടെ. ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് എത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.